കഥകളി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കഥകളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് കഥകളി? ഒരു കഥ സംഗീതത്തിന്റെയും ചെണ്ട, മദ്ദളം തുടങ്ങിയ വാദ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി അരങ്ങത്ത് അവതരിപ്പിക്കുന്ന ഒരു രംഗകലയാണ് കഥകളി. കഥകളി ആരംഭിക്കുന്നതിന് മുൻപ് ചില ചടങ്ങുകളുണ്ട്. അതിൽ ഒന്നാണ് കേളി. ഇന്നത്തെ പോലെ മാധ്യമങ്ങളോ നോട്ടീസുകളോ ഇല്ലാതിരുന്ന കാലത്ത് കഥകളി നടക്കുന്ന വിവരം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നത്രേ കേളികൊട്ട് നടത്തി പോന്നിരുന്നത്. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് കേളിക്ക് ഉപയോഗിച്ച് വരുന്നത്. കഥകളി നടക്കുന്ന പരിസരത്ത് അന്നേ ദിവസം സന്ധ്യയോടുകൂടിയാണ് കേളികൊട്ട് നടത്തി വരാറുള്ളത്. വിളക്കുവെപ്പ്. കഥകളി അവതരിപ്പിക്കുന്ന വേദിയിൽ വെച്ചിരിക്കുന്ന വിളക്ക് തെളിയിക്കുന്നതിനെയാണ് വിളക്കുവെപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അരങ്ങുകേളി നടക്കും. ഇതിനെ ശുദ്ധമദ്ദളം, കേളിക്കൈ, ഗണപതിക്ക് കൊട്ടുക എന്നിങ്ങനെയും പറഞ്ഞു വരുന്നുണ്ട്. മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മദ്ദളം കൊട്ടുന്ന ആൾ ഇടതുവശത്തേക്ക് മാറി നിൽക്കുന്നതോടുകൂടി തിരശീല പിടിക്കുന്നു. പിന്നെ നടക്കുന്ന ചടങ്ങാണ് തോടയം. തിരശീലയ്ക്ക് ഉള്ളിലാണ് പണ്ട് കാലങ്ങളിൽ തോടയം ചെയ്തു വന്നിരുന്നത്. ഒരു പ്രാർത്ഥനാ നൃത്തമാണ് തോടയം. അതിനുശേഷം പുറപ്പാട്. അവതരിപ്പിക്കാൻ പോകുന്ന കഥകളിലെ നായകനെ പുകഴ്ത്തിക്കൊണ്ട് വേഷത്തോടു കൂടിയുള്ള ഒരു അവതരണ നൃത്തമാണ് പുറപ്പാട്. കാണാൻ വളരെ ആകർഷകമായ പല നൃത്താംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമാണ് പുറപ്പാട്. പുറപ്പാടിന് ശേഷം മേളപ്പദം. ജയദേവ കവിയുടെ മഞ്ജുതര കുഞ്ചതര എന്ന വരികളാണ് ഈ മേളപ്പദത്തിലെ സാഹിത്യം. മേളവും പദവും അഥവാ സംഗീതവും ഇടകലർന്ന് അവതരിപ്പിക്കുന്നതാണ് മേളപ്പദം. പാട്ടുകാർക്കും മേളക്കാർക്കും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് മേളപ്പദം. മേളപ്പദം കഴിഞ്ഞാൽ പിന്നെ കഥ തുടങ്ങുകയായി. കഥകളിയിൽ ഒരു കഥ അവതരിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഥയുടെ സാഹിത്യരൂപം അഥവാ സ്ക്രിപ്റ്റ് ഇതാണ് ആട്ടക്കഥ. ഗായകന്മാർ പാടുന്നതിനനുസരിച്ച് വേഷക്കാർ അഭിനയിക്കും. ഈ അഭിനയത്തെ പൊതുവെ 4 തരംതിരിച്ചിട്ടുണ്ട്: ആംഗികാഭിനയം, സ്വാത്വികാഭിനയം, വാചികാഭിനയം, ആഹാരാഭിനയം. ആംഗികാഭിനയം എന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങളുടെ, അതായത് കയ്യ്, കാല് ഇവയുടെ ചലനങ്ങളെ കൊണ്ട് അഭിനയിച്ച് കാണിക്കുന്നതിനെയാണ്. കഥകളിയിൽ മുദ്രകളോടുകൂടിയ നൃത്താംശങ്ങളിലൂടെയാണ് നടൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മുദ്രകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെയാണ്. ഓരോ വാക്കുകൾക്കും ഓരോ മുദ്രയുണ്ട്. മലയാള അക്ഷരമാലയിൽ 51 അക്ഷരമുള്ളതുപോലെ, ഇംഗ്ലീഷിൽ 26 അക്ഷരമുള്ളതുപോലെ കഥകളിയിൽ 24 അടിസ്ഥാന മുദ്രകളുണ്ട്. പതാകം, മുദ്രാഖ്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുകതുണ്ടം, കവിത്തകം, ഹംസപക്ഷം, ശിഖരം, ഹംസാസ്യം, അഞ്ജലി, അർദ്ധചന്ദ്രൻ, മുകുരം, ഭ്രമരം, സൂചികാമുഖം, പല്ലവം, തൃപ്പതാക, മൃഗശീർഷം, സർപ്പശിരസ്, വർദ്ധമാനകം, അരാളം, ഊർണനാഭം, മുകുളം, കടകാമുഖം. ഇവയാണ് കഥകളിയുടെ അടിസ്ഥാന മുദ്രകൾ. സാത്വികാഭിനയം എന്ന് പറയുന്നത് ഭാവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അഭിനയമാണ്. കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് അഭിനേതാവ് പലതരത്തിലുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സന്തോഷം, പേടി, അത്ഭുതം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെയാണ് നവരസങ്ങളുടെ പ്രാധാന്യം. എന്തൊക്കെയാണ് നവരസങ്ങൾ? ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം
എന്നിങ്ങനെയാണ്. ശൃംഗാരം, ഹാസ്യം, കരുണ, രൗദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം. വാക്കുകളെ കൊണ്ടുള്ള അഭിനയമാണ് വാചികാഭിനയം. സംഭാഷണങ്ങൾ അഥവാ ഡയലോഗുകൾ, ഇതാണ് വാചികാഭിനയം. കഥകളിയിൽ നടനു വേണ്ടി ഇത് ചെയ്യുന്നത് ഗായകരാണ്. ഗായകർ പദങ്ങളുടെ രൂപത്തിലുള്ള സംഭാഷണ ഭാഗങ്ങൾ പല രാഗത്തിലും താളത്തിലും പാടുന്നതിനനുസരിച്ച് നടൻ നൃത്തം ചെയ്യുന്നു. ഇതാണ് കഥകളിയിലെ വാചികാഭിനയം. അടുത്തത് ആഹാര്യാഭിനയം. കഥകളിയിൽ കഥാപാത്രത്തിനനുസരിച്ച് നടൻ ധരിക്കുന്ന വേഷങ്ങൾ അഥവാ വളകൾ, കിരീടങ്ങൾ തുടങ്ങിയ മെയ് ആഭരണങ്ങളും കൂടാതെ മുഖത്ത് കുത്തുന്ന ചുട്ടി എന്ന് പറയുന്ന വേഷ സംവിധാനവുമാണ് കഥകളിയിലെ ആഹാരാഭിനയത്തിന് മാറ്റുകൂട്ടുന്നത്. ഇങ്ങനെ 4 വിധ അഭിനയങ്ങൾ ചേർന്നാണ് കഥകളി അവതരിപ്പിക്കുന്നത്.